20 കോടിയോളം രൂപ 48 പേരിൽ നിന്നായി വാങ്ങി വഞ്ചിച്ചെന്ന് ആരോപിച്ച് ITയിലെ സരഗഡ് ഓഡിറ്റോറിയത്തിന് മുന്നിലും പീസ് സ്കൂളിന് മുന്നിലുമായി പ്രതിഷേധം. IT പീസ് സ്കൂൾ ചെയർമാൻ PKC സുലൈമാൻ അബൂബക്കറിനെതിരെയാണ് ആരോപണവുമായി സ്ത്രീകൾ ഉൾപ്പെടെ 20-ൽ പരം പേർ സമരം നടത്തിയത്. വിവിധ നിർമ്മാണ ആവശ്യത്തിന് സാധന സാമഗ്രികൾ വാങ്ങി തുകയ്ക്ക് ചെക്കുകൾ നൽകിയും മറ്റുമായി 48 പേരെയാണ് വഞ്ചിച്ചതായി പറയുന്നത്. 2019 മുതൽ പണം നൽകാനുള്ളതായി സമരക്കാർ പറഞ്ഞു. 1 വർഷം വരെ സ്വത്ത് രേഖകൾ കാട്ടി വീണ്ടും വഞ്ചിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു. കണ്ണൂർ ചക്കരക്കല്ല് താറ്റിയോടി സ്വദേശി പ്രേമന്റെ കടയിൽ നിന്ന് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ നൽകി 21 ലക്ഷം രൂപയോളം ബാധ്യത വന്ന സ്ഥാപന ഉടമ കഴിഞ്ഞ വർഷം ഹൃദ്രോഗം മൂലം മരിച്ചതോടെ വീട് ജപ്തി ഭീഷണിയിലായി എന്ന് പ്രേമന്റെ ഭാര്യ പ്രവിത പറഞ്ഞു. ലക്ഷങ്ങളുടെ കടബാധ്യതയിലാണ് കുടുംബം. പ്രേമന്റെ ഭാര്യ പ്രവിതയും മകളും ഉൾപ്പെടെ വ്യാഴാഴ്ചത്തെ സമരത്തിൽ പങ്കുചേർന്നിരുന്നു. 25,000 രൂപ മുതൽ 2 കോടി രൂപ വരെ ലഭിക്കാനുള്ളവർ ഒത്തുചേർന്നാണ് പ്രതിഷേധം നടത്തിയത്. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സ്ത്രീകൾ ഉൾപ്പെടെ 20-ൽ പരം പേരാണ് ITയിലെ ഓഡിറ്റോറിയത്തിന് മുന്നിലും പി സ്കൂളിന് മുന്നിലുമായി പ്രതിഷേധിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത സമരത്തിന് നേതൃത്വം നൽകുമെന്ന് PP ഷംസീർ, PV ഫൈസൽ, KP ഷമീർ, PP അബ്ദുള്ള എന്നിവർ പറഞ്ഞു. നമ്മളെ പേരിൽ ബലാത്സംഗ കേസ്, പീഡന കേസ്, പിന്നെ വീട് കയറി ആക്രമിച്ചു. ഇപ്പം എൻ്റെ പേരിൽ തന്നെ 2 കേസുണ്ട്. വീട് കയറി ആക്രമിച്ചതിന്. പിന്നെ അത് പോരാണ്ടെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ മൊത്തം, ഈ കൊടുത്തതിൽ മെറ്റീരിയൽ മൊത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് 90 ലക്ഷം രൂപ കിട്ടാണ്. 90 ലക്ഷം രൂപയോളം എനിക്ക് കിട്ടാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നിക്കൽ പീഡന കേസ്, അല്ലെങ്കിൽ ആ വയസ്സായ പെണ്ണുങ്ങളെ കയറി പിടിച്ചു. എന്നിട്ട് 2-3 കേസുണ്ട് എൻ്റെ പേരിൽ. ഇങ്ങനെ കയറി ഓരോ പ്രാവശ്യം വന്നെങ്കിൽ ഓരോ കേസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്ന എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സാധനങ്ങളും പൈസയും കൊടുത്ത സുലൈമാൻ ഹാജിക്ക ലാസ്റ്റ് ഈ 99% പണി പൂർത്തിയായി. പിന്നെ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ നമ്മൾക്ക് തരാനുള്ള പൈസയും തരുന്നില്ല. ഇത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ അവരെ ബില്ലും കാര്യങ്ങളും ഒന്നും അടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉടമസ്ഥതയുള്ള പീസ് സ്കൂളിൻ്റെ അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും നമ്മുടെ അടുത്ത് ക്യാഷും കാര്യങ്ങളും എഗ്രിമെൻ്റ് ഒക്കെ തന്നു. പിന്നെ ഒരുപാട് നമുക്ക് ചെക്ക് കാര്യങ്ങൾ തന്നു. പിന്നെ ഒരു ഏറ്റവും ലാസ്റ്റ് എഗ്രിമെൻറ്റ് നമ്മളെല്ലാവരെയും കൂട്ടി എഗ്രിമെൻറ്റ് തന്നിട്ട് പിന്നെ 1 വർഷത്തിനുള്ളിൽ ഞാൻ തന്നെ വിറ്റിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങളെ കടമെല്ലാം വീട്ടാന്ന് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.